സ്ട്രെസ് ശരിക്കും മനുഷ്യരിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അതായത് ഒരു വ്യക്തി നോർമലായിട്ട് നിൽക്കുവാണെങ്കിൽ അയാൾക്ക് എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉം. പക്ഷേ ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആണെങ്കിൽ അയാളുടെ ഒരു നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മെൻ്റൽ ബ്ലോക്കേജാണ് അയാൾക്കുണ്ടാവുന്നത്. ഉം. ഇമോഷണലി ബേൺ ഔട്ട് ആവും. ഒപ്പം ഈ മെൻ്റൽ ബ്ലോക്കേജും കൂടെ ആയി കഴിയുമ്പോൾ തന്നെ അയാൾക്ക് സോഷ്യലി, ഫിനാൻഷ്യലി, എമോഷണലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി എല്ലാം സ്റ്റക്കായി പോവും. ഉം. അപ്പം അത് 360 ഡിഗ്രിയിൽ അയാളെ ബാധിക്കും. പക്ഷെ വൺസ് അയാൾ ഒരു തെറാപ്പി എടുക്കുകയാണെങ്കിൽ ഉം. ഡെഫിനിറ്റ്ലി ഈ ഒരു സ്റ്റേജിൽ നിന്നും അയാളെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഞാൻ എൻ്റെ ബാം മെത്തേഡിലൂടെ ചെയ്യുന്നത് അതാണ്. ഉം. 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 ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അതെ. അയാളുടെ ഐ മൂവ്മെൻറ്റ്, ബോഡി ലാംഗ്വേജ്, ഉം. അയാൾ സംസാരിക്കുന്ന രീതി ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉം. ഉം. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 15 മിനിറ്റ്സ് ഒരു ഹീലിംഗ് കൊടുക്കുമ്പോൾ തന്നെ അയാൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും ഒരു മെൻ്റൽ പീസിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഉം. അപ്പം ബ്രെത്ത് കൺട്രോള്, അതുപോലെ അയാളുടെ ബോഡിയും മൈൻഡും തമ്മിൽ അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഉം. പിന്നെ അയാൾ ഈ ഒരു വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഉം. അതിൽ നിന്ന് അയാളെ ലിബറേറ്റ് ചെയ്യും, മോചിപ്പിക്കും. ഉം. ഉം. അതിനുശേഷം അയാൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഉം. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇന്ന ഒരു സ്ഥലത്ത് എത്തണമെന്ന്. അതെ, അതെ, അതെ. ആ ഒരു മാനിഫെസ്റ്റേഷനിലോട്ട് നമ്മൾ അയാളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയി ഉം. അയാളെ 360 ഡിഗ്രിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബാം മെത്തേഡിലൂടെ നടത്തുന്നത്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടോ ഉള്ള ഒരാൾക്ക്, ഉറക്കമില്ലാത്ത ഒരാൾക്ക് ഉറപ്പായിട്ടും 100% റിസൾട്ടാണ്. ഗ്രേറ്റ്. ഉള്ള ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ശരി. നോക്കട്ടെ. ശരിക്കും സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ കൂടുതൽ സ്ട്രെസ് ഉള്ളത്? അതെങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ പൊതുവേ നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഉം. സ്ത്രീകൾക്കാണ് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് എന്നാണ്. ഓ. പക്ഷെ അത് ഒരുപക്ഷെ ജെൻസും അങ്ങനെ ആയിരിക്കും അതെ, മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതെ, ആണോ? അതെ, 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 അതെ. അതെ. പക്ഷെ തെറ്റാണതേ. ആ. എന്തെന്നോ, സ്ട്രെസ്സിൻ്റെ ഒരു റേഷ്യോ നോക്കുവാണെങ്കിൽ പുരുഷന്മാരിലാണ് സ്ട്രെസ്സിൻ്റെ റേഷ്യോ കൂടുതൽ. ഉം. ഏ എന്താണെന്ന് പറഞ്ഞാൽ ഉം. സ്ത്രീകളെ സംബന്ധിച്ച് അവർ അനാഹത ചക്രത്തിൻ്റെ ഉടമകളാണ്. ഉം. അതാണ് അവരിൽ സ്ത്രീകളിൽ പ്രവർത്തിക്കുന്നത്. ഉം. പുരുഷന്മാരെ സംബന്ധിച്ച് മണിപൂരക ചക്രമാണ് പ്രവർത്തിക്കുന്നത്. ഉം. ഉം. സോ ഇവരുടെ രണ്ടുപേരുടെയും ആക്ഷൻസ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പാറ്റേൺ, ഉം. ബ്രെയിനിൻ്റെ ലെയേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉം. സോ ഇത് അവരുടെ ആക്ഷൻസിലും വരുന്നുണ്ട്. ഒന്ന്. ഉം. രണ്ട്, ഇവരുടെ ബ്രെയിൻ പാറ്റേൺ അനുസരിച്ച് ഇവർ ബിഹേവ് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്, ഉം. സ്ത്രീ പുരുഷനും. ഉം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെയ്ഡ് ഒരു സ്ത്രീയുടെയും പുരുഷനെയും ഉണ്ടാക്കിയിരിക്കുന്നത്, ഉം. പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടാണ്. അതെ, അതെ, അതെ. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ജനിക്കുന്ന അവസരം മുതൽ തന്നെ ഉം. വ്യത്യസ്തമായിട്ടുള്ള സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ്, ഈവൻ പീരീഡ്സ് തൊട്ട് മെനോപോസ് വരെയും അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ മെനോപോസും ഉണ്ട്. ഉം. കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ്. അതെ, അതെ. സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇവൾ കുറെ കൂടി ആൾക്കാരുമായിട്ട് സോഷ്യൽ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ. ഉം. ഉം. ഒപ്പം അവരുടെ പ്രശ്നം പുരുഷന്മാരെക്കാൾ ഉപരി ഒരു ക്ലോസ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ഒരു കൊളീഗിനോടോ ഒക്കെ തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഉം. സോ വെന്റിലേഷൻ അവിടെ നടക്കുന്നുണ്ട്. സ്ട്രെസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് അവിടെ പോസിബിൾ ആണ്. ഉം. ഉം. അപ്പോൾ ഈ ഒരു സ്ത്രീക്കുണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അവൾ എപ്പോഴും ഒരാളോട് പറയുവാനായിട്ട്, ഓപ്പൺ അപ്പ് ആവാൻ ഷീസ് ഓൾവേസ് റെഡി. ഉം. ഉം. ബട്ട് പുരുഷന്മാരെ സംബന്ധിച്ച് എന്താണ്, അതെ. അവരൊരിക്കലും പറയത്തില്ല. ഉം. അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യം കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെന്നെ നെക്സ്റ്റ് ടൈം കളിയാക്കും. ഉം. കള്ളു കുടിക്കുമ്പോൾ നീ ഭയങ്കര സ്ട്രെസ് അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു ലെവലിലോട്ട് പോകും. ഉം. ഉം. മാത്രമല്ല ഇവരുടെ ഒരു കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ ബാല്യകാലം തൊട്ടേ പറയുന്ന ഒരു കണ്ടീഷനിങ് ഉണ്ട്. നീ പുരുഷനാണ്, അല്ല നീ ആൺകുട്ടിയാണ്, ഒരു കാരണവശാലും കരയാൻ പാടില്ല, അതെ. ബി സ്ട്രോങ് എന്ന് പറഞ്ഞ് ഇവരുടെ ഇമോഷൻസ് ഉള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ബാല്യകാലം തൊട്ടേ ഇവരെ പഠിപ്പിക്കുന്നത്. ഉം. ഉം. ഈ ഒരു കണ്ടീഷനിങ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഒരു ഏജ് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ് എല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഉം. ഉം. അതിൻ്റെ ഉള്ളിൽ ഫാമിലിയുടെ കാര്യങ്ങളുണ്ടാവും, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, വീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് ഉം. കിടക്കുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാരിലാണ് സ്ട്രെസ് ലെവൽ ഏറ്റവും കൂടുതലായിട്ട് കൂടുതൽ. കാണുന്നത്.